കുറവിലങ്ങാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ കേരള ജനകീയ പ്രതിരോധ മുന്നണിയുടെ നേതൃത്വത്തിൽ ബഹുജന ധർണ നടത്തി. ആശുപത്രിയിൽ ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കുക, 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുക, പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തിപ്പിക്കുക, ഗുണനിലവാരമുള്ള മരുന്നുകളും സൗജന്യ ചികിത്സയും ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ സമരം. ഗവൺമെന്റ് ആശുപത്രിക്ക് മുമ്പിൽ ധർണയുടെ ഉദ്ഘാടനം കേരള ജനകീയ പ്രതിരോധ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം മിനി കെ ഫിലിപ്പ് നിർവഹിച്ചു. ഗുണനിലവാരമുള്ള മരുന്നും സൗജന്യ ചികിത്സയും ഉറപ്പാക്കുക, 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുക തുടങ്ങിയ ഏറ്റവും ജീവൽപ്രധാനമായ ആവശ്യങ്ങളാണ് നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്. കുറവിലങ്ങാട് പഞ്ചായത്തിലെ ജനങ്ങൾ മാത്രമല്ല, സമീപമുള്ള പ്രദേശങ്ങളിലെ വളരെ സാധാരണക്കാരും തൊഴിലാളികളുമായ ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ്. ജനങ്ങൾക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കുവാൻ ഒരാശുപത്രിയുടെ, സർക്കാർ ആശുപത്രിയുടെ വാതിക്കൽ പ്രക്ഷോഭമിരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ക്രമത്തിൽ അത്ര ഭൂഷണമല്ല. ആരോഗ്യ പരിപാലനം ജനങ്ങളുടെ അവകാശമാണ്. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. വളരെ ദൗർഭാഗ്യവശാൽ ഇന്ന് നമ്മൾ സംസ്ഥാനത്ത് ഒരുപക്ഷെ ഒന്നുടനീളം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ നിരവധിയായ ആശുപത്രികളുടെ മുമ്പിൽ ഇതേപോലുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ സംഘം ചേർന്ന് പ്രതിഷേധവും പ്രക്ഷോഭവും സംഘടിപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. കുറവിലങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് KP വിജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ജോർജ് മുല്ലക്കര, പ്രൊഫസർ ജോസ് മാത്യു, സജി ജേക്കബ്, MJ സണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു.